അപ്പം നമുക്ക് സ്ക്രീൻ ഒന്ന് പ്രസന്റ് ചെയ്യാം. നമുക്ക് മൈക്രോസ്കോപ്പി ഒന്ന് ചെറുതായിട്ട് നോക്കാം കേട്ടോ. മൈക്രോസ്കോപ്പി ശരി. അപ്പം എന്താ മൈക്രോസ്കോപ്പി എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി നിങ്ങൾക്കറിയാം സെൽസിനെയൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് മൈക്രോസ്കോപ്പ് അല്ലേ. നിങ്ങൾ എന്തായാലും യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ് അല്ലേ. സോ മൈക്രോസ്കോപ്പ് നമുക്ക് സെൽസിനെയും സബ് സെല്ലുലാർ കോമ്പോണൻസിനെയും, സോ സെൽസിനെയും അതുപോലെ തന്നെ സബ് സെല്ലുലാർ കോമ്പോണൻസ് ഉണ്ട്. സോ സബ് സെല്ലുലാർ കോമ്പോണൻസിനെയും വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഈ മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ മൈക്രോസ്കോപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവർ ചോദിക്കുന്നത് അബൌട്ട് ദ റിസോൾവിംഗ് പവർ ഓഫ് ദി മൈക്രോസ്കോപ്പ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ മൈക്രോസ്കോപ്പിന് എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളത്. സോ ഇറ്റ് വിൽ ബി ഹാവിങ് എൻ ഐ പീസ് അല്ലെ, ഒരു ഐ പീസ് കാണും. പിന്നെ അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് കാണും. ഓക്കെ, സോ ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, ഒരു ഐ പീസ് ഉണ്ട്, പിന്നെ എന്താ ഒരു കണ്ടൻസർ ഉണ്ട്. സോ ഇറ്റ് വിൽ ബി ഹാവിങ് എ കണ്ടൻസർ, പിന്നെ ലൈറ്റ് സോഴ്സ് ഡെഫിനറ്റ്ലി കാണും. ഓക്കെ, അപ്പൊ ലൈറ്റ് സോഴ്സും ഇത്രയും സാധനങ്ങളാണ് മേജർ ആയിട്ട് നമ്മൾ ഒരു മൈക്രോസ്കോപ്പിന്റെ കോമ്പണൻസ് ആയിട്ട് പറയുന്നത്. സോ ദർ വിൽ ബി എന്താണ്, ദർ വിൽ ബി an ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, ഐ പീസ് ഉണ്ട്, കണ്ടൻസർ ഉണ്ട്, ലൈറ്റ് സോഴ്സ് ഉണ്ട്. എന്തൊക്കെയാ? ഐ പീസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, പിന്നെ ഇതാ കണ്ടൻസർ ഉണ്ട്, ആൻഡ് ഫൈനലി ഒരു ലൈറ്റ് സോഴ്സും ഉണ്ട്. അപ്പൊ ഐ പീസ് നമുക്കറിയാം ദാറ്റ് ഇസ് ഐ പീസ് ഇസ് സംതിങ് വിച്ച് ഇസ് ലൊക്കേറ്റഡ്, നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന സാധനത്തിനാണ് ഐ പീസ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഇവിടെ വരുന്ന സാധനമാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ദെൻ ദർ വിൽ ബി ഒരു കണ്ടൻസർ ഉണ്ട്, ആൻഡ് ഫൈനലി ദർ വിൽ ബി എ ലൈറ്റ് സോഴ്സ് ഉണ്ട്. അപ്പൊ ഈ കണ്ടൻസറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫംഗ്ഷൻ ഓഫ് ദി കണ്ടൻസർ ഇസ് ടു ഫോക്കസ് ദ ലൈറ്റ് സോഴ്സ് ഓൺ ദി സ്പെസിമെൻ. അപ്പൊ കണ്ടൻസർ എന്താ ചെയ്യുന്നത്? കണ്ടൻസർ എന്ന് പറയുന്ന സാധനം they will focus light source on specimen. So they focus light source where? They focus light source on specimen. So specimenലേക്ക് ലൈറ്റ് സോഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന ആളാണ് ഈ പറയുന്ന കണ്ടൻസർ. ഓക്കെ, അപ്പൊ ഇതാണ് ജനറൽ ആയിട്ട് കുറച്ച് സാധനം. അപ്പൊ ഐ പീസ് എന്താ ഫംഗ്ഷൻ ചെയ്യുന്ന? ഇമേജ് ടു ദ ഐ അല്ലെങ്കിൽ ക്യാമറ. ചിലപ്പോൾ നമ്മൾ മറ്റേ സാധാ മൈക്രോസ്കോപ്പ്, ലൈറ്റ് മൈക്രോസ്കോപ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കണ്ണിൽ കൂടെ ആയിരിക്കും ഈസി ആയിട്ട് വിഷ്വലൈസ് ചെയ്യുന്നത്. മറ്റേ കോമ്പൗണ്ട് ആകുമ്പോഴത്തേക്കും എന്താ, നമുക്ക് കുറച്ചുകൂടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ക്യാമറയിലോട്ടൊക്കെ ഇമേജ് പതിയാറുണ്ട് അല്ലേ. അപ്പൊ ഐ പീസിന് ഇമേജിനെ മാഗ്നിഫൈ ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. ആൻഡ് ഓൾസോ ഐ പീസ് ഇമേജിനെ എൻലാർജ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ഐ പീസ്? ഇറ്റ് എൻലാർജസ് ദ ഇമേജ്. ഓക്കെ, ഇമേജിനെ വലുതാക്കാൻ വേണ്ടി സഹായിക്കും. പക്ഷെ ഇവരൊരിക്കലും എബിലിറ്റി, ഫൈൻ ഡീറ്റെയിൽസ്, റെസൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം റിലേറ്റഡ് ടു മൈക്രോസ്കോപ്പ് ഇസ് റിസോൾവിംഗ് പവർ. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളത്. സോ വാട്ട് ഇസ് ആക്ച്വലി റിസോൾവിംഗ് പവർ? ഇപ്പൊ രണ്ട് ഒബ്ജക്ട്സിനെ ഈസി ആയിട്ട് ക്ലിയർ ആയിട്ട് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനിങ്ങനെ രണ്ട് ഒബ്ജക്ട്സിനെ വരയ്ക്കുവാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും കറക്റ്റ് ആയിട്ട് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിസോൾവിംഗ് പവർ എന്ന് വിളിക്കുന്നത് കേട്ടോ. സോ റിസോൾവിംഗ് പവർ ഓഫ് ദി ഒബ്ജക്റ്റീവ് ലെൻസ് ഇസ് മെഷർഡ് ബൈ ഇറ്റ്സ് എബിലിറ്റി ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടു ലൈൻസ് ഓർ പോയിന്റ്സ് ഇൻ ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ അടുത്തടുത്തിരിക്കുന്ന രണ്ട് ഒബ്ജക്ട്സിനെ തമ്മിൽ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിസോൾവിംഗ് പവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ റിസോൾവിംഗ് പവർ കൂടുതലാണെങ്കിൽ മിനിമം ഡിസ്റ്റൻസ് കുറവായിരിക്കും. ഡെഫിനറ്റ്ലി അങ്ങനെയായിരിക്കും അല്ലേ. അതായത് റിസോൾവിംഗ് പവർ ഹൈ ആണെങ്കിൽ എന്താ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്മോളർ ആയിരിക്കും, മിനിമം ഡിസ്റ്റൻസ് രണ്ട് ഒബ്ജക്ട്സ്, കാരണം എന്നാലല്ലേ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഗ്രേറ്റർ ദ റിസോൾവിംഗ് പവർ, സ്മോളർ വിൽ ബി ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ് ഓർ പോയിന്റ്സ് ദാറ്റ് ക്യാൻ സ്റ്റിൽ ബി ഡിസ്റ്റിങ്ക്യൂഷ്ഡ്. അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു സാധനമാണ് എന്താ, ന്യൂമറിക്കൽ അപ്പർച്ചർ അഥവാ NA എന്ന് വിളിക്കും കേട്ടോ. സോ സംതിങ് വിച്ച് ഇസ് കോൾഡ് എസ് ന്യൂമറിക്കൽ അപ്പർച്ചർ. അപ്പൊ ഈ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്താണ്? ന്യൂമറിക്കൽ അപ്പർച്ചർ കൂടുതലാണെങ്കിൽ റിസോൾവിംഗ് പവറും എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അപ്പർച്ചർ. സോ ദിസ് ഇസ് കോൾഡ് എസ് ദ ന്യൂമറിക്കൽ അപ്പർച്ചർ. സോ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് വാട്ട് ഇസ് ആക്ച്വലി മെന്റ് ബൈ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്നുള്ളത് N ഇൻറ്റു സൈൻ ആൽഫ, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആംഗിളും കൂടെ ചേർത്തിട്ടാണ്. സോ NA ഇസ് ഈക്വൽ ടു N ഇൻറ്റു സൈൻ ആൽഫ. N സൈൻ ആൽഫ ആണ് എന്ത്, നമ്മുടെ ഈ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പൊ മനസ്സിലായോ റിസോൾവിംഗ് പവർ എന്താന്ന്? So resolving power is the ability of the objective lens to distinguish between two lines or points in an object. അപ്പോൾ അടുത്തടുത്ത് വരുന്ന സാധനത്തിന് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റുന്ന അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇറ്റ് ഇസ് കോൾഡ് ആസ് റെസൊല്യൂഷൻ അഥവാ റിസോൾവിംഗ് പവർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഇതൊക്കെയാണോ ഇത്രയും? റിസോൾവിംഗ് പവറും റെസൊല്യൂഷനും എന്താണെന്ന് മനസ്സിലായോ? കമന്റ് ചെയ്തേ. ഓക്കെ, എഴുതുന്നുണ്ടോ? ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ആസ് റിസോൾവിംഗ് പവർ. അപ്പൊ ഇനി നെക്സ്റ്റ് നോക്കിക്കേ,
ഇതിൻ്റെ ഒരു ഇക്വേഷൻ ആണ്, ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. സോ റെസൊല്യൂഷൻ ഇസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ ഡി ആണ് നമ്മുടെ റെസൊല്യൂഷൻ, ഓർ നമുക്ക് LM എന്നും വിളിക്കാറുണ്ട്. സോ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ആണ് LM എന്ന് വെച്ചാൽ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു വാട്ട്? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.61 ലാംഡ ഡിവൈഡഡ് ബൈ n സൈൻ ആൽഫ. അപ്പം നമുക്കറിയാം n സൈൻ ആൽഫ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇസ് ദ ന്യൂമറിക്കൽ അപ്പർച്ചർ ആണ് അല്ലേ. സോ ഇക്വേഷൻ ദ ലിമിറ്റ് ഓഫ് റിസോൾവിംഗ് പവർ, ഈ LM എന്ന് പറഞ്ഞാൽ എന്താ? It is the limit of resolving power ആണ്. So the limit of resolving power is given by the equation, or limit of resolution is given by the equation 0.61 lambda divided by n sin alpha, where numerical aperture is n sin alpha. അപ്പോൾ the wavelength ആണ് definitely lambda. n എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? ന്യൂമറിക്കൽ aperture ആണ്, ന്യൂമറിക്കൽ aperture ആണ് n എന്ന് പറയുന്നത്. ഓക്കെ, so that is like numerical aperture. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം നോക്കിക്കേ, റിസോൾവിംഗ് പവർ ഓഫ് ദി മൈക്രോസ്കോപ്പ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ വേവ് ലെങ്ത്. കറക്റ്റ് അല്ലേ? വേവ് ലെങ്ത് കുറയുമ്പോഴത്തേക്കും എന്താ? ഈ റിസോൾവിംഗ് പവർ എന്ന് പറയുമ്പോൾ കുറയും. ഓക്കെ, അപ്പോൾ റിസോൾവിംഗ് പവറിനെ കൂട്ടണമെങ്കിൽ ഇതേ നോക്കിക്കോ. സോ ഇഫ് യു വോണ്ട് ടു ഇൻക്രീസ് ദ റിസോൾവിംഗ് പവറിനെ കൂട്ടണമെങ്കിൽ വേവ് ലെങ്ത് എന്ത് ചെയ്യണം? കുറയണം അല്ലേ? ന്യൂമറിക്കൽ ആപ്പർച്ചർ എന്ത് ചെയ്യണം? കൂടണം. സോ ഇതിനെ കൂട്ടണമെങ്കിൽ ഇതിനെ കുറയ്ക്കണം, ഇതിനെ കൂട്ടണം. ഈ ഇക്വേഷൻ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനെ ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്. സോ വേവ് ലെങ്ത് കുറയുകയും ന്യൂമറിക്കൽ, കാരണം ഡിനോമിനേറ്റർ വാല്യൂ കൂടുക എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ഓവറോൾ കിട്ടുന്ന വാല്യൂ കുറയും അല്ലേ? അങ്ങനെയല്ല ഇതിൻ്റെ റിലേഷൻ. സോ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ നമുക്ക് കൂട്ടണമെങ്കിൽ വി ഹാവ് ടു ഡിക്രീസ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആൻഡ് ഇൻക്രീസ് ദ ന്യൂമറിക്കൽ ആപ്പർച്ചർ. എന്നെ കൂട്ടുക, വേവ് ലെങ്ത് കുറയ്ക്കുക. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസോൾവിംഗ് പവർ ഓഫ് ദി മൈക്രോസ്കോപ്പിനെ കൂട്ടാനായിട്ട് സാധിക്കും. സോ ദിസ് ഇസ് കോൾഡ് ആസ് വാട്ട്? ദിസ് ഇസ് കോൾഡ് ആസ് റെസൊല്യൂഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഈ ഇക്വേഷനെ നമ്മൾ വേറൊരു പേരും കൂടെ വിളിക്കും. ദിസ് ഇക്വേഷൻ ഇസ് കോൾഡ് ആസ് അബി ഇക്വേഷൻ എന്ന് വിളിക്കും കേട്ടോ. സോ ഈ ഇക്വേഷൻ്റെ ഒരു പേരാണ് അബി ഇക്വേഷൻ. ഏത് ഇക്വേഷനാ മക്കളെ? ഇതല്ലാട്ടോടാ, ഈ ഇക്വേഷൻ LM is equal to 0.61 ലാംഡ ബൈ n സൈൻ ആൽഫ എന്നുള്ള ഇക്വേഷൻ അല്ലേ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എബി ഇക്വേഷൻ. അപ്പോൾ ഈ n എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? n is equal to നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. എന്താണ് n എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. സോ n is the റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ദെൻ ആൽഫ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? ഹാഫ് ആംഗിൾ ഓഫ് ദ വിഡ്ത്ത് ഓഫ് ദി കോൺ റേസ് കളക്റ്റഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ലെൻസ്. എന്താണ്? വിഡ്ത്ത് ഓഫ് ദ, എത്രത്തോളം? ഹാഫ് ആംഗിൾ ആണ് ആൽഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ. വിഡ്ത്ത് ഓഫ് ദ കോൺട്രേസ് കളക്റ്റഡ് ബൈ ദ ഒബ്ജക്റ്റീവ്, എത്രത്തോളം അത് ലൈറ്റിനെയാണ് ഒബ്ജക്റ്റീവ് ലെൻസ് സ്പെസിമെനിലേക്ക് കളക്ട് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന സാധനമാണ് ഈ പറയുന്ന ആൽഫ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. സോ ദിസ് ഇസ് കോൾഡ് ആസ് ദ റിസോൾവിംഗ് പവർ ഓർ റെസൊല്യൂഷൻ. അപ്പോൾ റെസൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലായോ? സോ വാട്ട് ഇസ് റെസൊല്യൂഷൻ എന്ന് മനസ്സിലായോ? സോ റെസൊല്യൂഷൻ്റെ ഇക്വേഷൻ നോട്ട് ചെയ്യുക. LM is equal to 0.61 ലാംഡ ഡിവൈഡഡ് ബൈ n സൈൻ ആൽഫ. എഴുതിയോ? 0.61 ലാംഡ ഡിവൈഡഡ് ബൈ n സൈൻ ആൽഫ. മനസ്സിലായില്ലേ? മെസ്സേജ് എടുത്തില്ലേ? എഴുതുന്നുണ്ടോ? ഓക്കെ, ശരി. അപ്പം നമുക്കിതാ ഇതിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. സോ ഇതിലും കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യാം. The most important property of any microscope is, ഇത് നിങ്ങൾ തന്നെ പറയണേ, of any microscope is its resolution. Which of the following wavelength would be used to achieve the best resolution using a light microscope with lenses having numerical aperture of 1.4? ഈസി ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കാണേ. ഇത് 142, വിച്ച് മീൻസ് ഇത് നമ്മുടെ CSIRന്റെ പാർട്ട് C 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് അവർ ചോദിച്ചതാണ്. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് റിസോൾവിംഗ് പവർ ദാറ്റ് ഇസ് LM റെസൊല്യൂഷൻ. അപ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ഈക്വൽ ടു 0.61 ലാംഡ ഡിവൈഡഡ് ബൈ NA, അല്ലെങ്കിൽ n സൈൻ ആൽഫ ആണ് അല്ലേ? നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. ഇറ്റ് ഇസ് n സൈൻ ആൽഫയാ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇത് കൂട്ടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, അശ്വതി ആൻസർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു അല്ലേ മക്കളെ? എല്ലാവരും ഒന്ന് ആൻസർ ചെയ്തേ. ആൻസർ കിട്ടിയ എല്ലാവർക്കും? സോ നമുക്കറിയാം ഇത് കൂട്ടണമെങ്കിൽ വി ഹാവ് ടു ഡിക്രീസ് ദിസ് ആൻഡ് വി ഹാവ് ടു ഇൻക്രീസ് ദിസ് അല്ലേ? യെസ്. അപ്പോൾ ആൻസർ ഈസി ആയിട്ട് കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ആൻസർ മനസ്സിലായോ? ഓക്കെ, ആൻസർ എത്രയാ? ദാറ്റ് ഇസ് 450 അല്ലേ? സോ കുറച്ചിട്ടുള്ള വേവ് ലെങ്ത്, ഇതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും കുറവുള്ള. അഖിലെ മനസ്സിലായില്ലേ? അങ്ങനെ മിണ്ടാത്ത, റെസ്പോണ്ട് ഇല്ലല്ലോ, മെസ്സേജ് ഇല്ലല്ലോ. യെസ്, ഓക്കെ. അപ്പോൾ ഇത്
ഇത് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതെല്ലാം ഐ മീൻ ലാംഡ കുറച്ച് വേവ് ലെങ്ത് കിട്ടിയാൽ മാത്രമല്ലേ നമുക്ക് മറ്റേത് ഇതാക്കാൻ പറ്റുള്ളൂ. സോ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല ആൻസർ. ഇത് നോക്കിക്കോട്ടോ, ഇതൊരു പാർട്ട് സി ക്വസ്റ്റ്യൻ ആയിരുന്നു. നോക്ക്, എന്ത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? സോ ദിസ് ഇസ് കോൾഡ് എസ് റെസൊല്യൂഷൻ അഥവാ റിസോൾവിംഗ് പവർ. നിത ഉണ്ടോ? നിതയുടെ അനക്കൊന്നുമില്ലല്ലോ. നിത മോളെ ഇല്ലേ? ചിത്തിര പോയോ? അയ്യോ, ചിത്തിര പോയി. ശരി പോട്ടെ. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് എസ് റെസൊല്യൂഷൻ. ഇത് കുറച്ചും കൂടി ട്വിസ്റ്റ് ചെയ്ത് അവർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. പക്ഷെ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഒന്ന് വായിച്ച് നോക്കിക്കോ. ടു അച്ചീവ് എ ബെസ്റ്റ് റെസൊല്യൂഷൻ യൂസിങ് എ ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ്, വാട്ട് കോമ്പിനേഷൻ ഓഫ് വേവ് ലെങ്ത് ഓഫ് എമിറ്റഡ് ലൈറ്റ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് ദി ആംഗിൾ 2θ. അപ്പൊ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് 2θ ആണ് അവർ ആംഗിൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കറിയാവുന്നത് ഇറ്റ് ഇസ് ആൽഫ അല്ലെങ്കിൽ തീറ്റ അല്ലെ? 2α പോലെയാണ് ഇവിടെ തന്നേക്കുന്നത്. ഓക്കെ, 2α പോലെ തന്നേക്കുന്നത്. ബൈ വിച്ച് ലൈറ്റ് എൻറ്റേഴ്സ് into the microscope would be the best choice for the user. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഏത് കോമ്പിനേഷൻ യൂസ് ചെയ്താലാണ് ഈ ഒരു പർട്ടിക്കുലർ സാധനം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കിട്ടണമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഒന്ന് വർക്കൗട്ട് ചെയ്താലോ? സോ വി നോ ദ ഇക്വേഷൻ Lm is equal to 0.61 ലാംഡ ഡിവൈഡഡ് ബൈ n സൈൻ ആൽഫ അല്ലേ? n സൈൻ ആൽഫ. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യണേ? നമുക്കറിയാം ഇത് കൂട്ടണമെങ്കിൽ ഇത് കുറയ്ക്കുകയും വേണം, വീണ്ടും ഇതിനെ കൂട്ടുകയും വേണം. ഇങ്ങനെയല്ലേ? അപ്പൊ ഒന്ന് പറയാവോ ഇതിൻ്റെ അകത്തുനിന്ന്? അപ്പൊ എനിക്ക് തോന്നണേ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ഇതിൻ്റെ അകത്തുനിന്ന് ആൻസർ ഏതാണ് ആൻസർ? സോ വി ഹാവ് ടു ഇൻക്രീസ് റെസൊല്യൂഷൻ. അപ്പൊ നമുക്ക് വേവ് ലെങ്ത് കുറഞ്ഞതിനെ ആദ്യം ചൂസ് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ 405 ആണ്. അപ്പൊ നമുക്ക് 2ഉം 3ഉം കട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? നോക്കിക്കേ, 2ഉം 3ഉം കട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? ബിക്കോസ് 2 × 3 എന്നാ വേവ് ലെങ്ത് 420 520 ആണ് അല്ലേ? സോ ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. അപ്പൊ അതിനെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്തു. ഇനി 1ഉം 4ഉം കൂടെ നമുക്ക് നോക്കണ്ടേ. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയാ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടണം അല്ലേ? സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ. അപ്പൊ ഇത് തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ ആണ്. അപ്പൊ നമുക്കറിയാവുന്ന ഇക്വേഷൻ എങ്ങനെയാ? സൈൻ ആൽഫ ആണ് കാണിച്ചേക്കുന്നത്. സോ ഫസ്റ്റ് ഞാൻ ഇതിനെ തീറ്റയിലോട്ട് മാറ്റി. അപ്പൊ 2θ മാറ്റി തീറ്റ ആക്കി. ഇവിടെ തീറ്റ വാല്യൂ 45 ആണ്, ഇവിടെ തീറ്റ വാല്യൂ എത്രയാ? 90 ആണ്. ഇവിടെ തീറ്റ ഇത് കൂട്ടണ്ട ബിക്കോസ് അതില്ല. അപ്പൊ ഇത് രണ്ടും കട്ട് ചെയ്തേക്കാം. ഓക്കെ, ഞാൻ ഇത് രണ്ടും കട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ ഇത് എത്രയാ? തീറ്റ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും 90 ഡിഗ്രിയാ. അപ്പൊ എത്രയാ? സൈൻ 45 എന്ന് പറയുമ്പോഴത്തേക്കും എത്രയായിരിക്കും? നിങ്ങൾ സ്കൂളിൽ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, സൈൻ 45 ഓർമ്മയുണ്ടോ മക്കളെ? സൈൻ 45. സോ സൈൻ 45 എന്ന് പറഞ്ഞാൽ എത്രയാ? സൈൻ 45 ഡിഗ്രി വിൽ ബി 1/√2 ആണ് അല്ലേ? സൈൻ 45 ആണോ? സൈൻ 45 is equal to 1/√2 എന്ന് പറയും. ഓക്കെ, അത് അപ്രോക്സിമേറ്റ്ലി എത്രയാ? അപ്രോക്സിമേറ്റ്ലി നമുക്ക് 0.7 അങ്ങനെയൊക്കെ പോട്ടെ. ഇനി സൈൻ 90 എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാ? സൈൻ 90യുടെ വാല്യൂ എത്രയാ? സൈൻ 90 is equal to 1 അല്ലേ? ആണോ? അല്ലേ? മാത്സിൽ എൻ്റെ റൂംമേറ്റ്സിനെ വിളിക്കണോ? ഓക്കെ, എൻ്റെ റൂംമേറ്റ്സിനുണ്ട് മാത്സിൽ PhD ചെയ്യുന്നവരാട്ടോ. ഓക്കെ, അപ്പോൾ സൈൻ 90 എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ 1 അല്ലേ? സോ നമുക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇവൻ ദോ കാരണം എന്നാ n വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ? 0.51. അപ്പോൾ ഇവിടെ ചാൻസ് ഉണ്ട് ഇത് 0.3 ദിസ് ഇസ് ലെസ് വാല്യൂ ആണ് അല്ലേ? ഇനിയിപ്പോൾ നോക്കിക്കേ, n സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ എത്രയാ? n സൈൻ ആൽഫ ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ n സൈൻ ആൽഫ എന്ന് പറയുമ്പോൾ 1.33 ഇൻറ്റു എത്രയാ? ഇൻറ്റു 0.7 ആണ് വരുന്നത് അല്ലേ? മറ്റേതാണെങ്കിലോ ഫോർത്ത് ഓപ്ഷനിൽ n സൈൻ ആൽഫ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നോക്കിയേ 1.51 ഇൻറ്റു 1 വരും. സോ ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ വാല്യൂ ആർക്കാ? ഡെഫിനറ്റ്ലി ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും. സോ ആൻസർ ഇസ് വാട്ട്? ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 4. കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയോടാ? കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ, യെസ്. സോ ഇതാണ് മൈക്രോസ്കോപ്പിൽ നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് 2 ക്വസ്റ്റ്യൻസ് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പല മൈക്രോസ്കോപ്പിനെ പറ്റി ജസ്റ്റ് ഒരു ബ്രീഫായിട്ടല്ലേ പറഞ്ഞിട്ടുള്ളൂ. നമുക്കിനി പല ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പം ഇന്നലെ വന്ന കുട്ടികളെ ഞാൻ മറ്റേ ഇത് കാണിച്ചായിരുന്നു അല്ലേ? ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൻ്റെ കുറച്ച് ഇമേജസ് ഒക്കെ കാണിച്ചായിരുന്നു അല്ലേ? അപ്പം ഞാൻ ജസ്റ്റ് ഓരോ മൈക്രോസ്കോപ്പിൻ്റെയും കുറച്ച് പോയിന്റ്സ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. നമുക്കിനി ജസ്റ്റ് ഞാനിങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്
വരുന്ന രീതിയിൽ. അത് വേണമെങ്കിൽ ഇതും കൂടെ ചോദിച്ചു, ഇതും കൂടെ നോക്കിക്കോട്ടെ, ഈ ക്വസ്റ്റ്യനും കൂടെ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് എനി മൈക്രോസ്കോപ്പ് ഇസ് ഇറ്റ്സ് റെസൊല്യൂഷൻ ആൻഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദി ഫോർമുല D is equal to 0.61 lambda divided by n sin alpha. കണ്ടോ, എല്ലാവരും തന്നേക്കുവാ. Where D is the minimum distance between two distinguishable objects, lambda is the wavelength of incident light, alpha is the aperture angle, and n is the refractive index of the medium. Given below are several suggestions to improve the resolution of a microscope. Okay, അപ്പോൾ അവർ ഓപ്ഷൻ എയിൽ പറഞ്ഞേക്കുന്നത് ഡിക്രീസ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. അപ്പോൾ ഇതിനെ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ കുറയ്ക്കണം, ഇതിനെ കൂട്ടണം, അല്ലേ? സോ അവർ ചോദിച്ചേക്കുന്നത് ഡിക്രീസ് ദ ഇൻസ്റ്റന്റ്. കറക്റ്റ് ആണോ തെറ്റാണോ? ഓപ്ഷൻ എ അല്ല, സ്റ്റേറ്റ്മെന്റ് എ കറക്റ്റ് ആണോ തെറ്റാണോ, ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് കമന്റ് ചെയ്ത്. ഡിക്രീസ് ദ വേവ് ലെങ്ത് ഓഫ് ഇൻസ്റ്റന്റ് ലൈറ്റ്. പറ മക്കളെ. ഡിക്രീസ് ദ വേവ് ലെങ്ത്. അത് ട്രൂ അല്ലേ? ഞാൻ ഓർത്തില്ല എനിക്ക് തെറ്റിപ്പോയതാണോ. അല്ലേ, കാരണം എന്തേ ഇതിന് ഈ സാധനം കൂട്ടണമെങ്കിൽ റെസൊല്യൂഷൻ കൂട്ടണമെങ്കിൽ വേവ് ലെങ്ത് കുറയ്ക്കണ്ടേ? ഡിക്രീസസ് കുറയ്ക്കുമല്ലേ? സോ ആ ഓപ്ഷൻ കറക്റ്റ് അല്ലേ? അല്ലേ? നേരത്തെ ആരാടാ കമന്റ് ചെയ്ത് ഫോൾസ് എന്ന്? കിട്ടിയോ? ആരതി മനസ്സിലായടാ? ആരതി എന്താടാ? മനസ്സിലായി മിസ്. ഞാൻ ഡിക്രീസ് കുഴപ്പമില്ല, ഇടയ്ക്ക് തെറ്റിപ്പോകും, സാരില്ല, ഇടയ്ക്ക് തെറ്റുന്ന നല്ലതാ, പിന്നെ തെറ്റാതിരിക്കാൻ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ? ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ട്രൂ ആണ്, അല്ലേ? സോ വി ഹാവ് ടു ഡിക്രീസ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. സോ ദിസ് ഇസ് ട്രൂ. അപ്പൊ അതിൽ നിന്ന് തന്നെ ആൻസർ കിട്ടിയില്ലേ? ഇനി അടുത്തൊക്കെ നോക്കണം. ഇനി എന്നാലും നമുക്കൊരു ഇതിന് നോക്കിയേക്കാം. യൂസ് ഓയിൽ വിച്ച് ഹാസ് എ ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. കറക്റ്റ് അല്ലേ? ഇൻക്രീസ് ദ വേവ് ലെങ്ത്. ദ സ്റ്റേറ്റ്മെന്റ് എന്താ? ഇത് ഫോൾസ് ആണ്, അല്ലേ? യൂസ് ഓയിൽ കറക്റ്റാ, കാരണം ഓയിലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാ. സോ ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. വാട്ടറിനെക്കാട്ടിലും അല്ലെങ്കിൽ ഓയിൽ കുറച്ചുകൂടെ ഡെൻസിറ്റി ഉള്ള സാധനമല്ലേ, അപ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. യൂസ് ഓയിൽ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആ സ്റ്റേറ്റ്മെന്റ് എന്താ? ആ സ്റ്റേറ്റ്മെന്റ് ഇസ് ഫോൾസ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ? 1A and C ആണോ? അല്ലേ? അല്ലേ? ഓക്കെ, അപ്പം ഞാൻ വളരെ ബ്രീഫായിട്ട് ഓരോ മൈക്രോസ്കോപ്സും അതിൻ്റെ പർപ്പസും തമ്മിൽ പറയാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് സെം ആൻഡ് ടെം ആണ്. ടെം എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് ഉണ്ടല്ലോ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്സിനെ നമുക്ക് പല രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ സോഴ്സ് എന്താണ്? ഇപ്പോൾ ലൈറ്റ് സോഴ്സ് ആണെങ്കിൽ ലൈറ്റ് മൈക്രോസ്കോപ്പ് ആണ്, അല്ലേ? അപ്പോൾ ഇലക്ട്രോൺ ആണ് നമ്മുടെ സോഴ്സ് ഓഫ് ഇല്യൂമിനേഷൻ. ഇമേജ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സോഴ്സ് ഓഫ് ഇല്യൂമിനേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺസ് ആണെങ്കിൽ അതിനാണ് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്ന രണ്ട് ആൾക്കാരാണ്, ഒന്ന് ടെമ്മും ഉണ്ട്, മറ്റേത് സെമ്മും ഉണ്ട്. അപ്പോൾ ടെം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? ഇറ്റ് ഇസ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ്. സെം എന്ന് പറയുമ്പോഴത്തേക്കും സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ് കേട്ടോ. എല്ലാ പോയിന്റ്സും നോട്ട് ചെയ്തില്ലെങ്കിലും മെയിൻ ആയിട്ട് പഠിക്കേണ്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമേജ് ഫോർമേഷൻ, സ്പെസിമെൻ എങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ ടെം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? അതായത് നമുക്ക് അവിടെ കിട്ടുന്ന എങ്ങനത്തെ ടൈപ്പാ? 2 ഡയമെൻഷണൽ സാധനമാണ് കിട്ടുന്നത്, 2 ഡയമെൻഷണൽ. ഓക്കെ. സെം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? നമുക്ക് ഇതാ സർഫസ് ടോപ്പോഗ്രഫി കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാ. സോ ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്നത് 3D ആയിരിക്കും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്റേണൽ സ്ട്രക്ചേഴ്സ്, ഓക്കെ, സോ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്? ഈ പറയുന്ന ടെം, ഇന്റേണൽ സ്ട്രക്ചേഴ്സ്. ഓക്കെ. പക്ഷെ ഈ സെം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? ഇപ്പം നമുക്ക് ട്രൈക്കോംസ്, ഹെയർസ്, ട്രൈക്കോംസ്, അങ്ങനെ ക്രിസ്റ്റൽസ്, ഫൈബേഴ്സ്, ഞാൻ അടുത്ത ദിവസം പ്രോബബ്ലി നിങ്ങളെ കാണിക്കാം കേട്ടോ. ഞാനൊരു സെം കൊടുത്തിട്ടുണ്ട് ചെയ്യാനായിട്ട്, അപ്പോൾ ഫോട്ടോസ് ഞാൻ കാണിക്കാവേ. അപ്പോൾ ട്രൈക്കോംസ്, ഫൈബേഴ്സ്, അപ്പോൾ അതിനെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്? ഈ പറയുന്ന സെം, പുറമേ ഉള്ള സാധനങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ടെം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? ഇന്റേണൽ സ്ട്രക്ചർ. എൻ്റെ കയ്യിലൊരു ടെം ഇമേജ് ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ഓക്കെ, അത് കണ്ടാൽ ശരിക്കും നമ്മുടെ എന്താ പറയുക, ഈ മോഡേൺ ആർട്ട് ഇല്ലേ, ഏതാണ്ട് അതുപോലെ ഇരിക്കും, നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ നല്ല പ്രയാസം. സോ ദാറ്റ് ഇസ് ലൈക്ക് സെം ആൻഡ് ടെം. സെം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? സർഫസ് ടോപ്പോഗ്രഫി കണ്ടുപിടിക്കാനും, ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇന്റേണൽ സ്ട്രക്ചർ കണ്ടുപിടിക്കാനും വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ട് അവിടെ ഓർത്തിരിക്കേണ്ടത് കേട്ടോ. പിന്നെ ഇവർ നേച്ചർ ഓഫ് ലെൻസ് ഒക്കെ പറയുന്നുണ്ട്. 1 ഇലക്ട്രോസ്റ്റാറ്റിക് ലെൻസ് വിത്ത് ഫ്യൂ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസസ്, മീഡിയം ഇസ് വാക്യൂം ആണ്. ഇത് കോട്ട് ചെയ്യുന്നത് എന്താ? കോപ്പർ ഗ്രിഡ്സിലോ, മൗണ്ടഡ് ഓൺ കോട്ടഡ് ഓർ അൺകോട്ടഡ് കോപ്പർ ഗ്രിഡ്സ് ആണ്. ഇതിന് നമുക്ക് ഗോൾഡ് ഒക്കെ വേണം കേട്ടോ. സെമ്മിൽ മൗണ്ടഡ് ഓൺ അലുമിനിയം സ്റ്റബ്സ് ആൻഡ് കോട്ടഡ് ഇൻ ഗോൾഡ്.
പിന്നെ ഇത് ഇലക്ട്രിക്കൽ ഫോക്കസിങ് ആൻഡ് മാഗ്നിഫിക്കേഷൻ അഡ്ജസ്റ്റ്മെന്റ്സ്, ഇലക്ട്രിക്കൽ യൂസിങ് ഡിഫ്ലക്ഷൻ കോയിൽ, ഇവിടെ അത് തന്നെ മീൻസ് ഓഫ് ഒപ്റ്റൈനിങ് ദ സ്പെസിമെൻ കോൺട്രാസ്റ്റ്, ഇലക്ട്രോൺ സ്കാറ്ററിംഗ് ഒക്കെ ആയിരിക്കും അവിടെ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താ സെം ആൻഡ് ടെം. അപ്പോൾ ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് മൈക്രോസ്കോപ്പിയാണ് സെം ആൻഡ് ടെം. അപ്പം ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട എന്താ എബൌട്ട് ദ എവിടേക്കാണ് കിട്ടേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സ് ഓഫ് ഇലിമിനേഷൻ, മെയിനായിട്ട് സ്ട്രക്ചർ എങ്ങനത്തേക്കാണ് കിട്ടുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് സെം ആൻഡ് ടെം, ഒരു സെറ്റ് ഓഫ് മൈക്രോസ്കോപ്പ് ആട്ടോ. അപ്പം ഇത് കിട്ടിയല്ലോ. ഇനി അടുത്ത ചില ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്സിനെ പറ്റി നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഈ ക്വസ്റ്റ്യനിൽ കുറേ മൈക്രോസ്കോപ്പിയുടെ കാര്യം ഇവർ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം കുറച്ച് മൈക്രോസ്കോപ്പിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ടൊക്കെ ഒന്ന് പോവാം കേട്ടോ. സോ ഇതാ നോക്കിക്കോട്ടോ, നോക്കിക്കോ. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്സ് നോക്കാം. ഞാനിവിടെ ആദ്യം പറയാൻ പോകുന്ന മൈക്രോസ്കോപ്പാണ് ഏറ്റവും കോമൺ ആയിട്ടും ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ലൈറ്റ് മൈക്രോസ്കോപ്പ് അല്ലേ. അപ്പം നമുക്കറിയാം ഈ പറയുന്ന സോഴ്സ് അനുസരിച്ച് നമുക്ക് പല രീതിയിൽ മൈക്രോസ്കോപ്പിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പം അതിൽ ഒന്നാമത്തെ ആൾക്കാരാണ് ലൈറ്റ് മൈക്രോസ്കോപ്പി. അപ്പം എന്താ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയും, സോഴ്സ് ഓഫ് ഇലിമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ലൈറ്റ് ആണ് ലൈറ്റ് മൈക്രോസ്കോപ്പിയിൽ. ഓക്കെ, സോ അതിൽ ഒന്നാമത് വരുന്നതാണ് that is called as bright field microscope. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല, ആപ്ലിക്കേഷൻ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് മാത്രമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ വിസിബിൾ ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കും സോഴ്സ് ഓഫ് ഇലുമിനേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഒരു 0.2 മൈക്രോമോളാർ ഒക്കെയാണ് ഇവരുടെ റെസല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 0.2 മൈക്രോമോളാർ അത്രയുള്ള മൈക്രോമീറ്റർ അത്രയുള്ള സാധനമാണ് നമുക്ക് ആക്ച്വലി ഇത് റിസോൾവ് ചെയ്ത് കാണിക്കുന്നത്. ആൻഡ് ഇവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നമുക്കിവിടെ ഇൻഎക്സ്പെൻസീവുമാണ്, നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ്, സോ ഇറ്റ് ഈസ് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പം ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റെയിൻഡ് ആയിട്ടുള്ള സ്പെസിമെൻസ് ഉണ്ടല്ലോ, സ്റ്റെയിൻ ചെയ്തിട്ടുള്ള സ്പെസിമെൻസ്, ഇപ്പം നമ്മൾ ഇപ്പോൾ ടിഷ്യൂസ് ഒക്കെ എടുക്കത്തില്ല, അതായത് ഇപ്പോൾ സെക്ഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് സാഫ്രാനിനൊക്കെ ചെയ്യത്തില്ലേ, സോ സ്റ്റെയിൻഡ് സ്പെസിമെൻസും ആൻഡ് ഓൾസോ മൈക്രോബ്സിനെ കൗണ്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ഇസ് യൂസ്ഡ് ടു വിഷ്വലൈസ് ദ സ്റ്റെയിൻഡ് സ്പെസിമെൻസ് ആസ് വെൽ ആസ് ഇറ്റ് ക്യാൻ ബി യൂസ് ടു കൗണ്ട് ദ മൈക്രോബ്സിനെ കൗണ്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഫസ്റ്റ് വൺ, ദാറ്റ് ഇസ് കോൾഡ് ആസ് ദ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ഓക്കെ, സോ അതാണ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിന്റെ ഒരു പോയിന്റ്. ഇനി ഈ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ അടുത്ത ആൾക്കാരാണ് ആര്, നെക്സ്റ്റ് ഇസ് കോൾഡ് ആസ് നമ്മുടെ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് ഉണ്ട്, ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. അപ്പൊ ഇവിടെ എന്താണെന്നറിയാമോ, ലൈറ്റ് വരുന്നത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ആണ് ഇവിടുത്തെ വ്യത്യാസം വരുന്നത്. സോ ഇവിടെ ഒരു സ്പെഷ്യൽ കണ്ടൻസർ ഉണ്ട്, അത് ഒബ്ജക്റ്റീവിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് വരുന്നതിനെ പ്രിവെന്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ലൈറ്റ് സ്പെസിമെനിൽ വരുമ്പോഴത്തേക്ക് അത് റിഫ്ലക്ട് ചെയ്യുന്നു, ആൻഡ് സ്പെസിമെൻ ലൈറ്റ് ആയിട്ട് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലിവിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്, ഇപ്പം നമുക്ക് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് വഴി കാണാൻ പറ്റില്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അപ്പം അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കേട്ടോ. സോ ദേ ഡു നോട്ട് സ്റ്റെയിൻ ഈസിലി, അതായത് അധികം സ്റ്റെയിൻ പിടിക്കാത്തതും. ഓക്കെ, സോ ദോസ് തിങ്സ് ഓർ ദോസ് സ്പെസിമെൻസ്, ലിവിങ് മൈക്രോ ഓർഗാനിസംസ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ, ദാറ്റ് ആർ ഇൻവിസിബിൾ ഇൻ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ്. അപ്പോൾ ബ്രൈറ്റ് ഫീൽഡിൽ കാണാൻ പറ്റാത്ത സാധനത്തിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പാണ് നമ്മുടെ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ഓക്കെ, അതുപോലെ തന്നെ ദോസ് ഡു നോട്ട് സ്റ്റെയിൻ ഈസിലി. ഓക്കെ, പെട്ടെന്ന് സ്റ്റെയിൻ പറ്റാത്ത സാധനം ഉണ്ടല്ലോ, അത് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ ദാറ്റ് ഇസ് സംതിങ് അബൌട്ട് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. മനസ്സിലായോ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പും ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിന്റെ വ്യത്യാസം? ഓക്കെ, എഴുതുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഓക്കെ, ശരി. സോ ദിസ് ഇസ് സംതിങ് അബൌട്ട് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ഇനി അടുത്ത നോക്കിക്കേ, അടുത്തൊരു ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് ലൈറ്റിൽ വരുന്നവരാണ് ഫേസ് കോൺട്രാസ്റ്റ്. ഞാൻ ഇന്നലെ പടം കാണിച്ചില്ലായിരുന്നു, കുറച്ച് പേര് കണ്ടു കാണുമായിരിക്കും അല്ലേ?
നമ്മൾ ഇന്നലെ കണ്ടില്ലായിരുന്നു. സോ ദാറ്റ് ഇസ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി ഉണ്ട്. അപ്പോൾ ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിയിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടൻസർ ഉണ്ട്. അതായത് ഒരു സ്പെഷ്യൽ കണ്ടൻസർ ആണ് ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു റിംഗ് ഷേപ്ഡ് ആയിട്ട് ഡയഫ്രം ഒക്കെ ഉള്ളൊരു സ്പെഷ്യലൈസ്ഡ് കണ്ടൻസർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ലിവിങ് സ്പെസിമെന്റെ ഇന്റേണൽ സ്ട്രക്ചറിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദിസ് ഇസ് യൂസ്ഡ് ടു വിഷ്വലൈസ് internal structure of living specimen. ഓക്കെ, ലൈവ് ആയിട്ടുള്ള സ്പെസിമെൻസിന്റെ ഇന്റേണൽ സ്ട്രക്ചേഴ്സിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പാണ് എന്ത്, നമ്മുടെ ഈ പറയുന്ന ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നോ സ്റ്റെയിനിങ് ഇസ് റിക്വയർഡ്. നമ്മളിവിടെ സ്റ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നോ സ്റ്റെയിനിങ് ഇസ് റിക്വയർഡ്. അതൊക്കെ നോട്ട് ചെയ്തു, ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ. മറ്റേ പോയിന്റ് പോലെയല്ല. നോ സ്റ്റെയിനിങ് ഇസ് റിക്വയർഡ്. ഓക്കെ ആണോ? ദിസ് ഇസ് കോൾഡ് എസ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കോൾഡ് എസ് DIC മൈക്രോസ്കോപ്പ്. അതായത് ഡിഫറൻഷ്യൽ ഇന്റർഫെറൻസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്, DIC കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. ഇതിന്റെ വേറൊരു പേരാണ് നൊമാർസ്കി ഇന്റർഫെറൻസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. ഓക്കെ, നൊമാർസ്കി ഇന്റർഫെറൻസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ആണ്. അപ്പൊ ഇതാണ് DIC മൈക്രോസ്കോപ്പ്. അപ്പൊ ഇവിടെ ഇതിന്റെ ഒരു ഫംഗ്ഷനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് സിമിലർ ടു ദിസ് ഇസ് സിമിലർ ടു നമ്മുടെ ഫേസ് കോൺട്രാസ്റ്റ്. ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിനോട് സിമിലർ ആയിട്ടുള്ള ഒരു വർക്കിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിഫറൻസസ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഡിഫറൻസസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത് കേട്ടോ. സോ ഫംഗ്ഷൻസ് ബേസ്ഡ് ഓൺ ഡിഫറൻസസ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഡിഫറൻസസ് ഇൻ N, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇവിടെയും ഈ പറഞ്ഞ പോലെ നോ സ്റ്റെയിനിങ് ഇസ് റിക്വയർഡ്. ഓക്കെ, ഇവിടെ നമുക്ക് നോ സ്റ്റെയിനിങ്ങിന്റെ ആവശ്യമില്ല. ആൻഡ് ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3D ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ 3 ഡയമെൻഷണൽ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന ഡിഫറൻഷ്യൽ ഇന്റർഫെറൻസ് കോൺട്രാസ്റ്റ് അഥവാ നൊമാർസ്കി ഇന്റർഫെറൻസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. കിട്ടിയോ? DIC നിങ്ങൾക്ക് എഴുതുന്നത് വല്ല മനസ്സിലാവുന്നുണ്ടോ പിള്ളേരെ? ചിലപ്പോൾ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവത്തില്ല ഇതെന്തോ എഴുതി വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ, ഞാൻ വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കാം. കേട്ടോ? കേൾക്കുന്നില്ലേ? കേട്ടോ? ഇതെന്താണിത്? ഓക്കെ, കേട്ടു. ശരി. എൻ്റെ മക്കളെ, നിങ്ങൾ ഉറങ്ങുവാണോ ഇരുന്നത്? ശരി. അപ്പോൾ ഇതാണ് ഡിഫറൻഷ്യൽ ഇന്റർഫെറൻസ് കോൺട്രാസ്റ്റ് ഓർ നൊമാർസ്കി ഇന്റർഫെറൻസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. അടുത്തതിലോട്ട് പോയാലോ? പോവാം. ആരതി ഉറങ്ങിയോ? ഓക്കെ, ശരി. അടുത്ത മൈക്രോസ്കോപ്പ് ആണ്. സോ നെക്സ്റ്റ് വൺ ഇസ് കോൾഡ് എസ് ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ്. ഓക്കേടാ, ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ UV റേസോ അല്ലെങ്കിൽ നിയർ അൾട്രാ വയലറ്റ് റേസ്. സോ UV റേസ് യൂസ് ചെയ്തിട്ട്, സോ ദേ വിൽ ബി യൂസിങ് UV റേസ് ദാറ്റ് കോസസ് ഫ്ലൂറസെന്റ് മൈക്രോബ്സ് ഇൻ എ സ്പെസിമെൻ ടു എമിറ്റ് ലൈറ്റ്. അപ്പോൾ UV റേസ് ഉപയോഗിച്ചിട്ട് നമ്മളിത് സ്റ്റെയിൻ ചെയ്യും കേട്ടോ. ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ് ചില ഫ്ലൂറസെന്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് വെച്ച് സ്റ്റെയിൻ ചെയ്യും. ഇപ്പം ന്യൂക്ലിയസിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് DAPI എന്നൊരു കെമിക്കൽ ഉണ്ട്. ഇത് പോയിട്ട് സ്റ്റെയിൻ പിടിക്കുന്നത് ന്യൂക്ലിയസിലായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഇത് സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ടിഷ്യൂസിൻ്റെ അകത്തൊക്കെ ഇപ്പം മൈക്രോബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം മെയിൻലി ഇതിനൊരു ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻ, അതായത് ക്ലിനിക്കൽ സ്പെസിമെൻസ് ഉണ്ടല്ലോ, ആ ക്ലിനിക്കൽ സ്പെസിമെൻസിന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂഷ്വലി നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫ്ലൂറസെന്റ് ആൻറ്റിബോഡി ടെക്നിക്സ് ടു റാപ്പിഡ്ലി ഡിറ്റക്ട് ആൻഡ് ഐഡന്റിഫൈ മൈക്രോബ്സ് ഇൻ ടിഷ്യൂ ഓർ ക്ലിനിക്കൽ സ്പെസിമെൻ.
ഇപ്പം നമ്മുടെ സ്പെസിമെൻ്റെ അകത്ത് എന്തെങ്കിലും മൈക്രോബ്സ്, അപ്പോൾ ഈ മൈക്രോബ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസിനെ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ എവിടെയാണോ മൈക്രോബ്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അവിടെ വന്നിട്ട് ഇത് ഇലുമിനേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഈ ഫ്ലൂറസെൻസ് കൊടുക്കും, ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പി. സോ ദാറ്റ് ഇസ് അബൌട്ട് ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ്. ഇനിയുള്ള ഒരു ടൈപ്പാണ് ലാസ്റ്റ് ഇതിൽ വരുന്നതാണ് കോൺഫോക്കൽ മൈക്രോസ്കോപ്പ്. എനിക്കാണ് ഞാൻ ഇന്നലെ ഇതിന്റെ പിക്ചർ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ കോൺഫോക്കൽ മൈക്രോസ്കോപ്പ്, ഇത് കുറച്ച് നാളായിട്ട് ഞാൻ കോൺഫോക്കലും കൂടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, അതിന്റെ വർക്കിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ലേസർ ലൈറ്റാണ് കൊടുക്കുന്നത്. ഇവിടെ നേരത്തെ UV റൈസ് അല്ലേ കൊടുത്തത്, സോ ഇവിടെ കൊടുക്കുന്ന എന്താ ലേസർ ലൈറ്റ് കൊടുക്കും. ഓക്കെ, സോ ലേസർ ലൈറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പെസിമെനെ വ്യൂ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് 2D or 3D സ്ട്രക്ചേഴ്സ് കിട്ടും കേട്ടോ. സോ 2D ആൻഡ് 3D സ്ട്രക്ചേഴ്സ്, ഇപ്പോൾ സെൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മെയിൻലി ഇൻ ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസ്, ഇപ്പോൾ ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് 2D or 3D കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. സോ ദാറ്റ് ഈസ് അബൌട്ട് നമ്മുടെ കോൺഫോക്കൽ മൈക്രോസ്കോപ്പ്. കോൺഫോക്കൽ മൈക്രോസ്കോപ്പ് മനസ്സിലായോ സോണിയ? വന്ന് പിള്ളേരെല്ലാം പോയോ? ഓക്കെ ഓക്കെ ഓക്കെ. സോ ദിസ് ഇസ് സംതിങ് റിലേറ്റഡ് ടു കോൺഫോക്കൽ. ഇനിയിപ്പം ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത നോക്കാം. അപ്പം നമ്മൾ ഒരു സെറ്റ് കണ്ടു അല്ലേ. നമ്മൾ മൈക്രോസ്കോപ്പിനെ ജനറലായിട്ട് എങ്ങനെയായിരുന്നു ഡിവൈഡ് ചെയ്തത്? സോ നമുക്ക് മൈക്രോസ്കോപ്പിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ മൈക്രോസ്കോപ്പിനെ നമുക്ക് ഒന്നാമത്തേതാണ് ലൈറ്റ്, ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് ലൈറ്റ്. പിന്നെ ഉള്ളത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഉണ്ട്, പിന്നെ സ്കാൻഡ് പ്രോബും ഉണ്ട് കേട്ടോ. SCANNED, സ്കാൻഡ് പ്രോബ്. ഓക്കെ, ഈ 3 രീതിയിലാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ലൈറ്റ് ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, സ്കാൻഡ് പ്രോബും ഉണ്ട്. അപ്പൊ ഇതിൽ ആദ്യത്തെ ആൾക്കാരായിട്ടുള്ള ലൈറ്റിനെയാണ് നമ്മൾ കണ്ടത്. അതിൽ രണ്ടാമത്തെ ആൾക്കാരായിട്ടുള്ള ഇലക്ട്രോണിനെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് 2 ടൈപ്പ് ഏതൊക്കെയായിരുന്നു? സെമ്മം ടെമ്മം കണ്ടു അല്ലേ. സോ ലൈറ്റിൽ മെയിൻ ആയിട്ട് 6 പേര് വരുന്നുണ്ട് അല്ലേ. സോ ഇതിൻ്റെ അകത്ത് മൊത്തം നമുക്ക് ഒരു 6 ആൾക്കാർ വരുന്നുണ്ട്. ഈ ഇലക്ട്രോണിൻ്റെ അകത്ത് വരുന്നതാണ് സെമ്മം ടെമ്മം. ഓക്കെ, സെമ്മം ടെമ്മം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മൂന്നാമത്തെ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ ദ തേർഡ് വൺ ഇസ് കോൾഡ് എസ് സ്കാൻഡ് പ്രോബ് മൈക്രോസ്കോപ്പ് ആണ്. സ്കാൻഡ് പ്രോബ്, SCANNED പ്രോബ്, സ്കാൻഡ് പ്രോബ് മൈക്രോസ്കോപ്പ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ സ്കാൻഡ് പ്രോബിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത്? ഇതിനകത്ത് 2 ടൈപ്സ് ആണ് പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് ഇസ് കോൾഡ് എസ് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് ഉണ്ട്. സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് ഉണ്ട്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര ഗ്രേറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ പവർ ആയിരിക്കും. റിസോൾവിംഗ് പവർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെക്കാട്ടി കൂടുതലായിരിക്കും. സോ ദേ പ്രൊവൈഡ്സ് ഹൈ റിസോൾവിംഗ് പവർ ദാൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെക്കാട്ടി കൂടുതൽ ഇത് കാണും. അപ്പോൾ ഇത് ലിറ്ററലി നമ്മൾ പറയണത് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഒരു സ്പെസിമെനെ സ്കാൻ ചെയ്തിട്ട് ഇപ്പം നമ്മുടെ സ്പെസിമെനിൽ എന്തെങ്കിലും ബമ്പ് ഡിപ്രഷൻസ് ഒക്കെ, ഇപ്പോൾ പോളൻ ഗ്രെയിൻസ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലേ പോളൻ ഗ്രെയിൻസിനകത്ത്. ഇപ്പോൾ ഡിപ്രഷൻസ് എന്തെങ്കിലും നമ്മുടെ സെല്ലിൽ എന്തെങ്കിലും കുഴിയൊക്കെ ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ അങ്ങനെ കുഴി, പിന്നെ ഇങ്ങനെ പുറത്തോട്ട് എന്തെങ്കിലും ബംസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചോ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ്. ഓക്കെ, സോ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് വെരി ഡീറ്റെയിൽഡ് വ്യൂ. Okay, very detailed views of molecules inside cell. അപ്പം നമ്മുടെ സെല്ലിൻ്റെ അകത്തുള്ള മോളിക്യൂൾസിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ്. സോ ഇതെന്താണ്? സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് ആണ്. ഇനി രണ്ടാമത്തേതാണ് AFM, ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ്. ഇത് ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ്, ഇത് നമ്മൾ AFM എന്ന് വിളിക്കും കേട്ടോ. സോ ദിസ് ഇസ് ഓൾസോ നോൺ ആസ് AFM. ഓക്കെ, AFM. പിന്നെ ഇതിനൊന്നും സ്പെഷ്യൽ പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ട കേട്ടോ. സോ ദർ ഇസ് നോ സ്പെഷ്യൽ പ്രിപ്പറേഷൻ ഇസ് റിക്വയർഡ്. നോ സ്പെഷ്യൽ പ്രിപ്പറേഷൻ. ഇതിന് രണ്ടിനും നമുക്ക് അങ്ങനെ സ്പെഷ്യൽ പ്രിപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല.
സ്ലൈഡിൽ. മറ്റേത് നമ്മൾ ചിലതിനെ സ്റ്റെയിൻ ചെയ്യണം, ചിലതിനെ കോട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ പഠിച്ചില്ലേ. ഇതിന് അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ AFMന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? നമ്മൾ നോർമലി ഒരു മെറ്റലോ അല്ലെങ്കിൽ ഡയമണ്ട് പ്രോബൊക്കെയാണ് കൊടുക്കുന്നത്. ഫോഴ്സ്ഡ് ഡൗൺ ദ സർഫസ് ഓഫ് ദി സ്പെസിമെൻ്റെ സർഫസിൽ കൂടെ കൊടുക്കും. അപ്പം നമുക്ക് എന്താ 3 ഡയമെൻഷണൽ വ്യൂവിലായിരിക്കും കിട്ടുന്നത് കേട്ടോ. 3D വ്യൂ ആണ് ഇതിൻ്റെ. ആൻഡ് ഓൾസോ ഇതിൻ്റെ പ്രിൻസിപ്പൽ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ആറ്റോമിക് ഡീറ്റെയിൽസിൽ നമുക്ക് ഇമേജിനെ കിട്ടും കേട്ടോ. സോ ദിസ് പ്രൊവൈഡ്സ് ഇമേജസ് of biomolecules in nearly atomic detail and molecular detail. Atomic and molecular detail. Okay. അപ്പോൾ ഈ ആറ്റോമിക് ലെവലിലുള്ള ആറ്റംസിൻ്റെ ലെവലിൽ നമുക്ക് അറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ദിസ് ഇസ് കോൾഡ് ആസ് AFM, ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ്. അപ്പം ഞാനിവിടെ സ്പെഷ്യൽ പ്രിപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞില്ലേ. നമ്മൾ മറ്റ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ആദ്യം അതിനെ നമ്മൾ സ്പെസിമെനെ ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. അതായത് സെമ്മും ടെമ്മും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കുവേ അവിടെ സ്പെസിമെനെ ആദ്യം ഡീഹൈഡ്രേറ്റ് ചെയ്യണം, എന്നിട്ട് വാക്യൂത്തിലൊക്കെ വെക്കണമായിരുന്നു അല്ലേ. ഇതിനങ്ങനെയൊന്നും വേണ്ട കേട്ടോ. സോ ദാറ്റ് ഇസ് ദ അഡ്വാൻറ്റേജ്. കിട്ടിയോ? കിട്ടിയോടാ, കിട്ടിയോ? സോ ദിസ് ഇസ് സംതിങ് അബൌട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചില ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പാണ് കേട്ടോ. ഫേസ് കോൺട്രാസ്റ്റ് എല്ലാം പറഞ്ഞല്ലോ, എല്ലാം പറഞ്ഞില്ലേ? മൈക്രോസ്കോപ്പിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോ? പറഞ്ഞില്ലേ? ഓർമ്മയാണോ? ഉണ്ടെന്നില്ല ആരും? ഉണ്ട്, മിണ്ടുന്നുണ്ട്. ശരി ശരി. ക്വസ്റ്റ്യൻസ് വരാറുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കിടപ്പുണ്ടല്ലോ, ഇതാ നോക്കി കണ്ടോ. From the following statements, colored images can be obtained by TEM, by fluorescent labeling of the specimen. Correct ആണോ? ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ എ അല്ല, ക്വസ്റ്റ്യൻ അല്ല, സ്റ്റേറ്റ്മെന്റ് എ ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കിയേ. ഓക്കെ, കറക്റ്റ് ആണോ തെറ്റാണോ? ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ. ഇതാ ഈ മൈക്രോസ്കോപ്പ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആട്ടോ. കാരണം ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് നമുക്ക് ആപ്ലിക്കേഷൻ എന്തിനാണ് അന്ന് മെയിനായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, എടാ ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞു. അശ്വതി അനങ്ങുന്നില്ലല്ലോ. ശരിയാണോ തെറ്റാണോ? ഇന്ത്യയായിരുന്നോ? അശ്വതി എനിക്ക് ആദ്യം ആൻസർ തരുന്നത്. അത് ഞാൻ അശ്വതി ഇല്ലേ? അശ്വതി പോയോ? ഉണ്ട്. നോക്കിയേ, കളേർഡ് ഇമേജസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ടെം. ടെമ്മിൽ കളേർഡ് ഇമേജസ് കിട്ടുമോ? ബൈ ഫ്ലൂറസെന്റ് ലേബലിംഗ്. ഫോൾസ് അല്ലേ? അല്ലേ? ടെം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മെയിൻലി ഇന്റേണൽ സ്ട്രക്ചർ ആണ്. നമ്മൾ ഫ്ലൂറസെന്റ് ലേബലിംഗ് ഒന്നും പഠിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. സോ ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ഫോൾസ് അല്ലേ? ഫോൾസ് ആണ്, കറക്റ്റ്. സെം റിക്വയർസ് സെക്ഷനിങ് ഓഫ് ദ സാമ്പിൾ. അത് ട്രൂ ആണോ? സെം നമ്മൾ പറഞ്ഞു 3D ഒക്കെ കിട്ടാനല്ലേ. സെമ്മിന് സെക്ഷൻ ചെയ്യണ്ടേ? ചെയ്യണോ? നിത ചെയ്യണോ? നിത ട്രൂ ആണോ ഫോൾസ് ആണോ? സെം റിക്വയർസ് സെക്ഷനിങ് ഓഫ് ദ സാമ്പിൾ. ഓക്കെ, ഡൗട്ട് ആണോ? നിൽക്കട്ടെ. അടുത്ത നോക്കിയേ, കോൺഫോക്കൽ മൈക്രോസ്കോപ്പി യൂസസ് ഒപ്റ്റിക്കൽ മെത്തേഡ്സ് ടു ഒപ്റ്റെയിൻ. അപ്പോൾ എ തെറ്റാണ്. സോ നമുക്ക് ഈ ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം കേട്ടോ. കോൺഫോക്കൽ മൈക്രോസ്കോപ്പി യൂസസ് ഒപ്റ്റിക്കൽ മെത്തേഡ്സ്. അത് ശരിയാണോ തെറ്റാണോ? ടു ഒപ്റ്റെയിൻ specific focal plane and excludes light from other planes. അതറിയാമെങ്കിൽ മറ്റേ ആൻസർ ചെയ്യാൻ തോന്നുന്നില്ലേ? ഓക്കെ, അത് നിൽക്കട്ടെ. DIC റിലൈസ് ഓൺ ഇന്റർഫറൻസ് ബിറ്റ്വീൻ. ബി ട്രൂ ആണ്. അതെ, ബി സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. എടാ നമുക്ക് നോക്കേണ്ട 2 കറക്റ്റും 1 ഇൻകറക്റ്റും ആട്ടോ. നോക്കിട്ടോ, ദൈവം ഇതൊക്കെ ശ്രദ്ധിച്ചോണേ, ഇങ്ങനെ നമ്മൾ തെറ്റിക്കും. ചൂസ് കോമ്പിനേഷൻ വിത്ത് 2 കറക്റ്റ് ആൻഡ് 1 ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റാ. 2 എണ്ണം ശരിയും, അപ്പൊ ആദ്യത്തെ 2 എണ്ണം ശരി, മൂന്നാമത് തെറ്റുമാണേ. പറഞ്ഞേ, മിണ്ടണില്ലേ? ബി നോക്കിക്കേ, ബി ശരിയല്ലേ?
സെം ചെയ്യണേ നമുക്ക് സെക്ഷനിങ് ചെയ്യണ്ടേ? നിത ഉണ്ടോടാ? നിതയില്ലേ? ഓർമ്മയുണ്ടോ ചെയ്തത്? ബി ട്രൂ അല്ലേ? അതെ, ബി ട്രൂ. സി നോക്കിയേ, കോൺഫോക്കൽ മൈക്രോസ്കോപ്പ് യൂസസ് ഒപ്റ്റിക്കൽ മെത്തേഡ്സ് to obtain images from a specific focal plane and excludes light from other planes. നമ്മൾ പഠിച്ചില്ലേ എന്തോ പിൻ ഹോൾ ആണ്, പിൻ പോയിന്റ് ചെയ്യുന്ന സാധനമാണ്. DIC ആകുമ്പോഴോ ഇന്റർഫറൻസ് ബിറ്റ്വീൻ പോളറൈസ്ഡ് ലൈറ്റ് ഡ്യൂ ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് സറൗണ്ട്. അത് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഡിഫറൻഷ്യൽ ഇന്റർഫറൻസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിന്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? സോ അതിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിഫറൻസസ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് അല്ലേ? അപ്പം ഡി കറക്റ്റ് അല്ലേ? 4 അല്ലേ ആൻസർ? ഈ ആരും ഇടുന്നില്ല. 4 അല്ലേ ആൻസർ? ഓപ്ഷൻ 4 അല്ലേ? ആണോ? അല്ലേ? കാരണം DICയിൽ എനിക്ക് തോന്നുന്നുണ്ട് ഞാനിവിടെ പറഞ്ഞല്ലേ, DIC ഡിഫറൻസ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്ന് ഞാനിവിടെ പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടോ മക്കളെ? ഓർക്കുന്നുണ്ടോ? അപ്പം എനിക്ക് തോന്നുന്ന ആൻസർ ഓപ്ഷൻ ബി. ഈ തെറ്റായി. പി ഫ്ലൂറസെൻസ് നമുക്ക് ഹെവി മെറ്റൽ ആറ്റംസ് ഒന്നും വെച്ച് സ്റ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 4 ആണ് കേട്ടോ. കേട്ടോ? അയ്യോ മറന്നുപോയോ? എടാ എല്ലാം ഒന്നും നമുക്ക് ഫുൾ പഠിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ കുറേയൊക്കെ എലിമിനേഷൻ മെത്തേഡും അങ്ങനെയൊക്കെ നമ്മൾ ടാക്ടിക്കലി സോൾവ് ചെയ്യാനും കൂടെ പഠിക്കണേ കേട്ടോ. അങ്ങനെയും കൂടെ വെച്ചാൽ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അതാണ്, ബിക്കോസ് ഇങ്ങനെ ട്രൈ ചെയ്ത് പോകണം. കറക്റ്റ് ആണോ? ഇപ്പോൾ ഡൗട്ട് ഉള്ളതിനെ നമ്മളൊന്ന് ക്വസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് നെക്സ്റ്റ് ഓപ്ഷൻസിലോട്ട് വായിക്കാം. അപ്പം ഓക്കെ, സാരമില്ല പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഞാൻ കുറച്ചായിട്ട് എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ചില എക്സാംസിന് ചോദിക്കുന്നത് ഒരു ഏരിയ ആണ് സ്റ്റെയിനിങ്. ചോദിക്കാറുണ്ട് കേട്ടോ, ടൈപ്സ് ഓഫ് സ്റ്റെയിൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെയിനിങ്ങിനെ പറ്റി കുറച്ച് ടോപ്പിക്സ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പം സ്റ്റെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? കളറിങ് എ സ്പെസിമെൻ വിത്ത് ഡൈ. ഒരു ഡൈ വെച്ച് കളറിങ് ആണ്. സോ കളറിങ് എ സ്പെസിമെൻ വിത്ത് ഡൈ. ഒരു ഡൈ യൂസ് ചെയ്ത് കളർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ that emphasize on certain specific structures. Okay, that emphasize on certain structures. അപ്പോൾ ചില സ്ട്രക്ചേഴ്സിൽ എംഫസൈസ് ചെയ്യുന്ന ഒരു ഡൈ ആണ്. ഡൈ വെച്ച് കളർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റെയിനിങ് എന്ന് വിളിക്കുന്നത് കേട്ടോ. സോ കളറിങ് എ സ്പെസിമെൻ വിത്ത് ഡൈ ദാറ്റ് എംഫസൈസസ് ഓൺ സർട്ടൻ സ്ട്രക്ചർ ഇസ് കോൾഡ് എസ് സ്റ്റെയിനിങ്. അപ്പം നമുക്ക് സ്റ്റെയിൻസ്, അപ്പോൾ ആ സബ്സ്റ്റൻസിനെ ഡൈനെ വിളിക്കുന്ന പേരാണ് എന്ത്? സോ ദിസ് ഡൈ ഇസ് കോൾഡ് എസ് സ്റ്റെയിൻ. അപ്പോൾ ഡൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റെയിൻ. അപ്പോൾ സ്റ്റെയിൻ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സ്റ്റെയിൻ അഖിലെ, സ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ക്രിക്കറ്റർ ഇല്ലേ, അറിയാമോ? സൗത്ത് ആഫ്രിക്കക്കാരൻ. എനിക്ക് പെട്ടെന്ന് അയാളെ ഓർമ്മ. സോ ഇതിൻ്റെ അകത്ത് എന്താ ഉണ്ടോ? അറിയോ? നിങ്ങൾക്കറിയോ? ഞാൻ അഖിലിനെ വിളിച്ചെന്ന് വെച്ചാൽ കൂടുതൽ ബോയ്സ് അല്ലേ ക്രിക്കറ്റ് ഒക്കെ കാണുന്നത്, അതുകൊണ്ടാണ്. അറിയില്ല, സോറി ഞാൻ അറിഞ്ഞിരുന്നില്ല. ഓക്കെ ശരി. അസിഡിക് ഡൈസും ഉണ്ട്, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഡൈസും ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റെയിൻസിനെ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അസിഡിക്കും ഉണ്ട്, ബേസിക്കും ഉണ്ട്. അപ്പം നമ്മൾ പൊതുവേ ഈ സ്റ്റെയിനിന്റെ ഒരു സ്ട്രക്ചർ പറയുമ്പോഴത്തേക്ക് അതിനെന്താ ഉള്ളതെന്ന് അറിയാമോ? ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺ ഉണ്ട്. ഈ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ, ഇത് ചില സോൾട്ട് ആണ് കേട്ടോ, സോൾട്സ് ആണ്. അപ്പോൾ സോൾട്സിൻ്റെ അകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള അയോണും ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള അയോണും ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം എന്ത് തരും? ഇതിലേതെങ്കിലും ഒരെണ്ണം കളേർഡ് ആയിരിക്കും. ഓക്കെ, കളേർഡ് ആയിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റോഫോർ എന്ന് വിളിക്കും. ഓക്കെ, സോ കളർ കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റോഫോർ. ഓക്കെ, അപ്പൊ ബേസിക് ഡൈസ് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ക്രോമാറ്റോഫോർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദേ വിൽ ബി പോസിറ്റീവ് അയോൺസ് ആണ് കേട്ടോ. സോ ക്രോമാറ്റോഫോർ ഇസ് പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ആയിട്ടുള്ള അയോൺ ആണ് ബേസിക് ഡൈസിന്റെ ക്രോമാറ്റോഫോർ. ഇത് മെയിനായിട്ട് നമ്മുടെ ന്യൂക്ലിയസിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബേസിക് ഡൈസ്. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ക്രിസ്റ്റൽ വയലറ്റ് ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ കാണിച്ചു തരാവേ. ക്രിസ്റ്റൽ വയലറ്റ്, പിന്നെ അതുപോലെ ബേസിക് ഫുഷൻ,
പിന്നെ അതുപോലെ സഫ്രാനും. ഇതെല്ലാം എന്താണ്? നമ്മുടെ ബേസിക് ഡൈസിനുള്ള എക്സാമ്പിൾസ് ആണ്, ബേസിക് സ്റ്റെയിൻസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ആസിഡിക് ആകുമ്പോഴത്തേക്ക് അവരുടെ ക്രൊമാറ്റോഫോറസ് ബേസിക്കലി എന്തായിരിക്കും? നെഗറ്റീവ് അയോൺ. അപ്പൊ ഒരെണ്ണം പഠിച്ചാൽ മതി, അപ്പൊ മറ്റേത് നമുക്ക് ഓർത്തിരിക്കാമല്ലോ. അപ്പൊ ആസിഡിക് ഡൈസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് സൈറ്റോപ്ലാസത്തിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? സൈറ്റോപ്ലാസം സ്റ്റെയിനിങ്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് കോങ്കോ റെഡ്. ഓക്കെ, പിന്നെ മറ്റേത് ബേസിക് ഫുഷൻ അല്ലേ, അതുപോലെ ആസിഡ് ഫുഷൻ ഉണ്ട്. പിന്നെ ജാനസ് ഗ്രീൻ ബി, ഇതെന്നാന്നറിയാവോ? ജാനസ് ഗ്രീൻ ബി ഇത് മെയിൻ ആയിട്ട് നമ്മുടെ മൈറ്റോകോൺട്രിയൽ സ്റ്റെയിൻ ആണ്. ഓക്കെ, മീഥൈൽ ബ്ലൂ ഉണ്ട്, മീഥൈൽ ബ്ലൂ. ഇതെല്ലാം എന്താ? ഇതെല്ലാം ആസിഡിക് ഡൈസിനുള്ള എക്സാമ്പിൾ ആണ്. ഓക്കെ ആണോ? ഇതൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആട്ടോ സ്റ്റെയിനിന്റെ. എഴുതിയോ? എഴുതിയോ? അടുത്തതിലോട്ട് പോയല്ലോ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അയ്യോ, ഒരു മിനിറ്റ്. അപ്പൊ നമ്മൾ ബേസിക് കൊണ്ട് അസിഡിക് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചില്ലേ? അല്ലാതെ തന്നെ നമുക്ക് സ്റ്റെയിനിങ്ങിന്റെ വേറൊരു സെറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. സ്റ്റെയിനിങ്ങിന്റെ അകത്ത് മറ്റേ സ്റ്റെയിൻസ് ആണല്ലോ പഠിച്ചത്. അപ്പൊ സ്റ്റെയിനിങ്ങിന്റെ വേറൊരു സെറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സിമ്പിൾ സ്റ്റെയിനിങ് ഉണ്ട്, സിമ്പിൾ സ്റ്റെയിൻ. അപ്പൊ സിമ്പിൾ സ്റ്റെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? ഒരു സിംഗിൾ ബേസിക് ഡൈയുടെ ഒരു അക്വസ് ഓർ ആൽക്കഹോളിക് സൊല്യൂഷൻ ആണ്. സോ വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് ദ അക്വസ് ഓർ alcoholic solution of a single basic dye, അപ്പൊ ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ സിമ്പിൾ സ്റ്റെയിനിങ് ചെയ്യുന്നതിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഈ സാഫ്രാനും, നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്റ്റെയിൻ ആണ് സാഫ്രാൻ. അപ്പൊ ഇവരുടെ സാഫ്രാനിനെ എങ്ങനെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത്? എല്ലാ റീജിയൻസിനെയും സ്റ്റെയിൻ ചെയ്യൂ അല്ലെ? സോ ദേ വിൽ ഹൈലൈറ്റ് ദ എൻറ്റയർ സ്പെസിമെൻ. ഓക്കെ, ദേ വിൽ ഹൈലൈറ്റ് ദി എൻറ്റയർ സ്പെസിമെൻ. നമുക്ക് സ്പെസിമെനെ മൊത്തത്തോടെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു ബേസിക് ഡൈ അല്ലേ, അപ്പം ബേസിക് സ്ട്രക്ചേഴ്സിനെല്ലാം വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ് വിൽ ബി സ്റ്റെയിനിങ് ദ എൻറ്റയർ സ്പെസിമെൻ സോ ദാറ്റ് ദ ബേസിക് സ്ട്രക്ചർ വിൽ ബി വിസിബിൾ. അപ്പൊ ഇതാണ് ഫസ്റ്റ് ടൈപ്പ് വിച്ച് ഇസ് കോൾഡ് ആസ് സിമ്പിൾ സ്റ്റെയിൻ. ഇനി ഇതിന്റെ ഒരു അടുത്ത ടൈപ്പ്, രണ്ടാമത്തെ ടൈപ്പാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് വാട്ട്? നെക്സ്റ്റ് ഇസ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ഉണ്ട്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ദേ റിയാക്ട് വിത്ത് ഡിഫറെന്റ്. എക്സാമ്പിൾ എഴുതിയായിരുന്നോടാ? ഇതിന്റെ എക്സാമ്പിൾ നോക്കിക്കേ. സാഫ്രാൻ കേട്ടോ, സാഫ്രാൻ. ഇവരെന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ റിയാക്ട് വിത്ത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്പെസിമെൻസ് ഓഫ് ദി സെയിം കാറ്റഗറി. എക്സാമ്പിൾ ആണ് ഗ്രാം സ്റ്റെയിനിങ്. ഓക്കെ, സോ ദേ റിയാക്ട് ഡിഫറെന്റ് with different kinds of specimen of the same category. Okay, അപ്പോൾ അതിന് എക്സാമ്പിൾ ഗ്രാം സ്റ്റെയിനിങ്. അപ്പം നമുക്കറിയാം പോസിറ്റീവ് ആണെങ്കിൽ, ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ പർപ്പിൾ കളറും, ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ പിങ്ക് കളറും കാണിക്കത്തില്ലേ? ഇത് ഈ കളറും ഈ കളറും ആണല്ലേ, ശരിക്കും ഇതുപോലത്തെ കളേഴ്സ് അല്ലേ. സോ എക്സാമ്പിൾ ആണ് ഗ്രാം സ്റ്റെയിനിങ്. അപ്പോൾ ഒരേ കാറ്റഗറിക്കാരെ പല രീതിയിൽ സ്റ്റെയിൻ ചെയ്യുന്നവരാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്. അത് ആ വാക്കിൽ നിന്ന് തന്നെ അറിയാം അല്ലേ, ഡിഫറൻഷ്യൽ.
ഓക്കെ, പിന്നെ ഒരു ടൈപ്പാണ് സ്പെഷ്യൽ സ്റ്റെയിൻസ് ഉണ്ട്. സ്പെഷ്യൽ സ്റ്റെയിൻസ് ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ദേ കളർ ഐസൊലേറ്റഡ് സ്പെസിഫിക് പാർട്സ് ഓഫ് ദ സ്പെസിമെൻ. കളർ ഐസൊലേറ്റഡ് സ്പെസിഫിക് പാർട്സ് ഓഫ് ദി സ്പെസിമെൻ. ഓക്കെ, അതാണ് സ്പെഷ്യൽ സ്റ്റെയിൻസ്. ഇപ്പം നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എൻഡോസ്പോർ ഓഫ് എൻ ഓർഗാനിസം. ഇപ്പം എൻഡോസ്പോർ, ആൽഗയുടെ ഒക്കെ എൻഡോസ്പോറോ അല്ലെങ്കിൽ ഫ്ലാജെല്ല അല്ലെങ്കിൽ ക്യാപ്സ്യൂളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതിനെയൊക്കെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്പെഷ്യൽ സ്റ്റെയിൻസ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ ദീസ് ആർ ദ 3 മെയിൻ ടൈപ്സ് ഓഫ് സ്റ്റെയിനിങ്. പിന്നെ നിങ്ങളൊരു ഇത് കേട്ടിട്ടുണ്ടാവുമല്ലോ, മോർഡന്റ് എന്നൊരു സാധനം കേട്ടിട്ടുണ്ടോ? മോർഡന്റ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? നമുക്കിപ്പം സിമ്പിൾ സ്റ്റെയിൻ ഇല്ലേ, നമ്മുടെ ഈ സിമ്പിൾ സ്റ്റെയിൻ്റെ അകത്ത് നോർമലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ മോർഡന്റ്. അപ്പം അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റെയിനിന്റെ ഇന്റൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാട്ടോ. സോ ഇറ്റ് ഇൻക്രീസസ് the intensity of staining. അതിനാണ് നമ്മൾ ഈ മോർഡന്റിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? സോ ദിസ് ഇസ് കോൾഡ് എസ് മോർഡന്റ്. അപ്പോൾ മോർഡന്റ് എന്താ ചെയ്യുന്നത്? അതിന് ഇന്റൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സീനത്തില്ല അല്ലേ? സീനത്തിനെ കാണുന്നില്ല, ഫാഹിസ് ഇല്ല. പക്ഷെ പിള്ളേരൊക്കെ ഇവിടെ പോയി. ഓക്കെ, ശരി. ഇനി നോക്കിക്കോട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു സാധനം കൂടെ യൂസ് ചെയ്യും, ഒരു സാധനം കൂടെ പറയാവേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, അതാ ഞാൻ ഇതെല്ലാം പറയണം. നിങ്ങൾക്ക് ഇങ്ങനെ അല്ലെങ്കിലും നമ്മുടെ അല്ലാത്ത ചില കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ വരത്തില്ലേ, ഇപ്പോൾ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള, അതിൻ്റെ അകത്തും ചോദിക്കും. ബ്ലാക്ക് കൊണ്ട് നമ്മൾ ഇതുവരെ എഴുതില്ല അല്ലേ, അതിൻ്റെ അകത്തും ചോദിക്കും കേട്ടോ. പിന്നെ ഒരു ടൈപ്പ് ഓഫ് സ്റ്റെയിനിങ് ആണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ഉണ്ട്. സോറി കേട്ടോ, ഇവിടെ ഞാനൊരു മോർട്ടർ ആൻഡ് പെസിൽ വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഹോസ്റ്റലും എൻ്റെ ചെറിയൊരു ലാബ് സെറ്റപ്പാണ്. അപ്പോൾ ഈ മോർട്ടർ ആൻഡ് പെസിൽ എൻ്റെ കാലിടിക്കുമ്പോഴാണ് ശബ്ദം കേൾക്കുന്നത് കേട്ടോ. അപ്പം നോക്കിക്കേ, അടുത്തൊരു ടൈപ്പ് ഓഫ് സ്റ്റെയിനിങ് ആണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ഉണ്ട്. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ഈ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്താണെന്ന് അറിയാമോ? അതായത് മൈക്രോ ബാക്ടീരിയത്തിന്റെ സ്പീഷീസിനെ, സോ ദിസ് ഇസ് എ സ്റ്റെയിനിങ് ടെക്നിക് വിച്ച് ഇസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് mycobacterium species. Okay, mycobacterium species from other bacteria. ഓക്കെ, അപ്പം മൈക്രോബാക്ടീരിയം സ്പീഷീസിനെ മറ്റുള്ള ബാക്ടീരിയത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ഈ മൈക്രോബാക്ടീരിയ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ സാധനം നമുക്ക് TB ഉണ്ടാക്കുന്ന, ട്യൂബർകുലോസിസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ്. അതുപോലെ തന്നെ ലെപ്രസി ഉണ്ടല്ലോ, ലെപ്രസി ഒക്കെ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ് ഈ മൈക്രോബാക്ടീരിയ. അപ്പം അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാ ഈ സാധനം കേട്ടോ. ഇനി ഇതിന്റെ കാറ്റഗറി തന്നെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റെയിനിങ് ആണ് വൈറ്റൽ സ്റ്റെയിനിങ്. ഓക്കെ, അപ്പോൾ വൈറ്റൽ സ്റ്റെയിനിങ് എന്താ ചെയ്യുന്നത്? അതായത് ലിവിങ് സെൽസിനെ ഈതർ ഇൻവൈവോ അല്ലെങ്കിൽ ഇൻവിട്രോ വെച്ച് സ്റ്റെയിൻ ചെയ്യും. ഓക്കെ, സോ മെയിനായിട്ട് ലിവിങ് സെൽസ്, വൈറ്റൽ എന്ന് വെച്ചാൽ തന്നെ ലിവിങ് എന്നല്ലേ അർത്ഥം. അപ്പം ലിവിങ് സെൽസ് സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം മെയിൻലി ചെയ്യുന്നത്. അപ്പം ഈ വൈറ്റലിൻ്റെ അകത്ത് തന്നെ 3 ആൾക്കാർ വരുന്നുണ്ട് വൈറ്റൽ സ്റ്റെയിനിങ്ങിൽ. അപ്പം അതിൽ ഒന്നാമത്തെ സ്റ്റെയിനറാണ് ജാനസ് ഗ്രീൻബി. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? സോ ജാനസ് ഗ്രീൻബി അതെന്തിനു വേണ്ടിയിട്ടാ? മൈറ്റോകോൺട്രിയനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ജാനസ് ഗ്രീൻബി. പിന്നെയുള്ളത് ന്യൂട്രൽ റെഡ് ഉണ്ട്. ന്യൂട്രൽ റെഡ്, ഇപ്പം ന്യൂട്രൽ റെഡ് എന്തിനു വേണ്ടിയിട്ടാ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റെയിൻ പ്ലാന്റ് വാക്യൂൾസ്. പ്ലാന്റ് വാക്യൂൾസ് സ്റ്റെയിൻ ചെയ്യാനാ.
പിന്നെ ഉള്ളത് മെത്തിലിൻ ബ്ലൂ. മെത്തിലിൻ ബ്ലൂ എന്തിനാ? ദാറ്റ് ഇസ് യൂസ്ഡ് ഫോർ സ്റ്റെയിനിങ് ഡിവൈഡിങ് സെൽസ്. ഓക്കെ, ഡിവൈഡിങ് സെൽസിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മെത്തിലിൻ ബ്ലൂ. ഓക്കെ, അപ്പം ഇതാണ് വൈറ്റൽ സ്റ്റെയിൻ. പിന്നെ 2-3 സ്റ്റെയിൻസിന്റെ കാര്യം കൂടെ ഞാൻ പറയാം കേട്ടോ. അനിലിൻ ബ്ലൂ ഉണ്ട്. അനിലിൻ ബ്ലൂ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാ? ഫംഗൽ ഹൈഫേനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയ സാധനമാണ് ഫംഗൽ ഹൈഫേ. പിന്നെ ഇയോസിൻ എന്നൊരു സ്റ്റെയിൻ ഉണ്ട്. ഇയോസിൻ അത് മെയിനായിട്ട് സൈറ്റോപ്ലാസം സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇയോസിൻ. പിന്നെ നോക്കിക്കോട്ടോ, ഫ്ലോറോഗ്ലൂസിനോൾ ഉണ്ട്. ഫ്ലോറോഗ്ലൂസിനോൾ അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? അത് ലിഗ്നിൻ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ബ്ലൂവിൻ്റെ കാര്യം പറഞ്ഞില്ല, അനിലിൻ ബ്ലൂ മെത്തിലിൻ ബ്ലൂ പറഞ്ഞില്ലേ, അതുപോലെ ടൊളുവിഡീൻ ബ്ലൂ ഉണ്ട്. ടൊളുവിഡീൻ ബ്ലൂ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ RNA സ്റ്റെയിൻ ചെയ്യുന്നതാട്ടോ ടൊളുവിഡീൻ ബ്ലൂ. ഇതൊക്കെ മതിയില്ലേ? പോരെ? സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇതിൽ വരുന്ന സ്റ്റെയിനിങ്. എഴുതിയോ? എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ടോടാ? എഴുതുന്നുണ്ടോ? യെസ്, ഓക്കെ. ഇങ്ങനെ മൈക്രോസ്കോപ്പിൻ്റെ അകത്ത് നിന്ന് വന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് മൈക്രോസ്കോപ്പി ടെക്നിക്സിൻ്റെ അകത്ത് വരുന്നത് കേട്ടോ. പിന്നെ ഫേസ് കോൺട്രാസ്റ്റ് അത് നമ്മൾ പറഞ്ഞ കോൺഫോക്കൽ. ഈ കോൺഫോക്കൽ പറയുമ്പോഴേ അതോടെ ഇലുമിനേറ്റിംഗ് ലൈറ്റിന് ഒരു പിൻ ഹോൾ പോലെയുണ്ട്. അതായത് മറ്റുള്ള സോഴ്സിൽ നിന്നും വരാതെ ഇങ്ങനെ പിൻ പോയിന്റ് ചെയ്തിട്ടാണ് ഈ കോൺഫോക്കൽ വർക്ക് ചെയ്യുന്നത്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, പിൻ ഹോള്. ചിലതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേ നമുക്ക് പഠിക്കാൻ പറ്റും എളുപ്പത്തിന്. ഓക്കെ, സോ പിന്നെന്താ എൻ്റെ അടുത്ത് പറയാനുള്ള വേറെ സാധനമുണ്ട്, മാഗ്നിഫൈങ് പവർ എന്നൊരു കാര്യം കൂടെ ഉണ്ട് അല്ലേ? മാഗ്നിഫൈങ് പവർ മൈക്രോസ്കോപ്പായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പം നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ടായിരിക്കും മാഗ്നിഫിക്കേഷൻ, മാഗ്നിഫൈങ് പവർ എന്നൊക്കെ അല്ലേ. സോ എന്താ ഈ മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ ratio of magnified image of the microscope to that of the formed in the retina of an unaided eye ആണ്. ഓക്കെ, ഒന്നും ഞാൻ എഴുതാട്ടോ, ഞാൻ എഴുതാം. സോ എന്താണ് മാഗ്നിഫൈങ് പവർ? എന്താണെന്നറിയാമോ? സോ ദിസ് ഇസ് ദ സൈസ് ഓഫ് ഇമേജ് ഫോംഡ്, size of image formed with ഇൻസ്ട്രുമെന്റ് തരുന്ന ആ ഇമേജിന്റെ സൈസ് ടു വാട്ട്? ടു സൈസ് ഓഫ് ഇമേജ് വിത്ത് അൺഎയ്ഡഡ് നോർമൽ ഐ. സൈസ് ഓഫ് ഇമേജ് വിത്ത് അൺഎയ്ഡഡ് നോർമൽ ഐ, അതിനാണ് നമ്മൾ മാഗ്നിഫൈങ് പവർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്ന മൈക്രോസ്കോപ്പിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തു. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് മൈക്രോസ്കോപ്പി ടെക്നിക്സ് ആയിരുന്നു വന്നത്. പിന്നെ അതിലൊരു ആൽഡിഹൈഡ് ഫിക്സേഷൻ എന്നൊരു സാധനം കൂടെ ആ സിലബസിൽ അവർ കൊടുത്തിട്ടുണ്ട്. സോ ആൽഡിഹൈഡ് ഫിക്സേഷൻ, അതും കൂടെ നോട്ട് ചെയ്യാം. ഇത് എഴുതിയോടാ? ഇത് എഴുതിയോ? സിലബസിൽ വന്നതാട്ടോ ഇതൊക്കെ. സോ ആൽഡിഹൈഡ് ഫിക്സേഷൻ ഒരു ടേമും കൂടെ ഉണ്ട്, അതും കൂടെ എന്തായാലും നമ്മൾ ഇത്രയും പഠിച്ചിട്ട് ഞാൻ ഇതും കൂടെ നോക്കാം. ആൽഡിഹൈഡ് ഫിക്സേഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? നമുക്ക് ഇപ്പോൾ ലൈറ്റ് ആൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ സ്പെസിമെൻ ഫിക്സ് ചെയ്യാറുണ്ട്. സോ ലൈറ്റിലും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലും വി ഹാവ് ടു ഫിക്സ് ദ സ്പെസിമെൻ. ഓക്കെ, നമുക്ക് സ്പെസിമെൻ എന്ത് ചെയ്യണം? ഫിക്സ് ചെയ്യണം. അപ്പം ഇങ്ങനെ സ്പെസിമെനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നറിയാമോ? ഫോർമാൽഡിഹൈഡ് ആൻഡ് ഗ്ലൂട്രാൽഡിഹൈഡ് ആണ്. എന്തൊക്കെയാ? ഫോർമാൽഡിഹൈഡും അതുപോലെ തന്നെ ഗ്ലൂട്ടറാൽഡിഹൈഡുമാണ്. ഓക്കെ, ഫോർമാൽഡിഹൈഡ് ആൻഡ് ഗ്ലൂട്ടറാൽഡിഹൈഡാണ്. അപ്പം ഇതിനകത്ത് ഈ ഫോർമാൽഡിഹൈഡിനെ നമ്മൾ ഒരു ലിക്വിഡ് ഫോമാ നിങ്ങൾ സ്പെസിമെൻ ഫിക്സ് ചെയ്യുന്നതല്ലേ, അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ലാബിൽ. സോ ഫോർമാലിനായിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. സോ ഫോർമാലിൻ ഇട്ടാണ് വെക്കുന്നത്.
അതായത് 37-40% ഓഫ് ഫോർമാൽഡിഹൈഡിനെയാണ് ഫോർമാലിൻ എന്ന് പറയുന്നത് കേട്ടോ. സോ ഫോർമാലിൻ എന്ന് പറഞ്ഞാൽ എന്താ? 37-40% ഓഫ് ഫോർമാൽഡിഹൈഡിനെയാണ്. ഓക്കെ. അപ്പോൾ ഈ 2 ആൽഡിഹൈഡ്സും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ആൽഡിഹൈഡ് ഫിക്സേഷൻ അതിൽ കണ്ടുകൊണ്ട് പറഞ്ഞതാ. ക്ലിയർ ആണോ? ഇന്നത്തെ അടുത്ത് കാണും അല്ലേ? ക്ലിയർ ആണോ? Yes, ma'am. യെസ്, ഓക്കെ.